Hi friends, welcome back. ഇന്ന് ഞാനൊരു എൻട്രി എടുത്തത് എക്സിറ്റും ചെയ്തു. എൻട്രി എടുക്കാനുള്ള റീസൺ ഞാൻ പറയാം. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആണ്. ഓക്കെ, ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ ആണ്. അതിനുശേഷം നല്ലൊരു റാലി ആയിരുന്നു. ഓപ്പൺ ചെയ്ത ഉടനെ നല്ലൊരു റാലി. എക്സാക്ട്ലി പ്രീവിയസ് ഡേ ലോ ആണിത്. ഇത് പ്രീവിയസ് ഡേ ലോയും കൂടിയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. എക്സാക്ട്ലി പ്രീവിയസ് ഡേ ലോ ഏരിയയിൽ പോയിട്ട് നല്ലൊരു ഹാമർ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തു. നല്ലൊരു ഹാമർ ക്യാൻഡിൽ. അതിനുശേഷം ഇവിടെ ഈ ഒരു എക്സാക്ട്ലി ഹാമർ ക്യാൻഡിന് ശേഷം ഇവിടെ എൻട്രി ഉണ്ടായിരുന്നു. ഞാൻ എൻട്രി എടുത്തില്ല. എടുക്കാൻ നോക്കി. എൻട്രി എടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ താഴോട്ട് വന്നു. ഓക്കെ, ഞാൻ എൻട്രി മിസ് ചെയ്തു. അതിനുശേഷം ഞാൻ വെയിറ്റ് ചെയ്തത് നെക്സ്റ്റ് ലെവലായ ഈ ഒരു ഏരിയ ആണ്. ഇതൊരു ബിഗ് ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ഇത് കാണിച്ചു തരാം. കാണാം ഇവിടെ 50 മിനിറ്റിൽ നമ്മൾ നോക്കുവാണെങ്കിൽ. ഓക്കെ, ഞാൻ ഈ മാർക്ക് ചെയ്ത ലെവലുകളെല്ലാം 50 മിനിറ്റിലെ ലെവലുകളാണ്. നോക്കാം. 50 മിനിറ്റിലെ ഹൈ ആണ്. ഹൈയും ലോയും സിങ്സും ആണ് ഞാനിത് മാർക്ക് ചെയ്തത്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തത് എല്ലാം 50 മിനിറ്റിലാണ്. അതിനുശേഷം ഞാൻ എൻ്റെ എൻട്രി എടുക്കുന്ന ടൈം ഫ്രെയിം 3 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റിലാണ്. ഓക്കെ, ഈ എൻട്രി 1 മിനിറ്റിൽ നമുക്ക് നോക്കാം. 1 മിനിറ്റിൽ ആണെങ്കിൽ നല്ലൊരു ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടും. ഓക്കെ, 1 മിനിറ്റിൽ ഈ ഒരു ഹാമർ ക്യാൻഡിൽ ഫോം ചെയ്തതിന് ശേഷം ഇവിടെ ഒരു എൻട്രി ഉണ്ടായിരുന്നു. അത് ഞാൻ മിസ് ചെയ്തു. ഓക്കെ, അതിനുശേഷം ഈ ഒരു നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്തു. ഒരു റീടെസ്റ്റ് ചെയ്തതിന് ശേഷം ആ ഒരു മൂവ്മെൻറ്റം ഇവിടുന്ന് എൻട്രി എടുത്തവരൊക്കെ ഇവിടുന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊരു നല്ലൊരു എൻട്രി പോയിന്റ് ആയിരുന്നു. ഓക്കെ, അത് മിസ് ചെയ്തു. അതായിരുന്നു കറക്റ്റ് എൻ്റെ പെർഫെക്റ്റ് എൻട്രി. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഈ ഒരു സിംഗും കൂടി ബ്രേക്ക് ചെയ്തു. വീണ്ടും റീടെസ്റ്റ് ചെയ്ത് താഴോട്ട് വരുന്ന ആ മൂവ്മെൻറ്റം കാണിച്ചപ്പോഴാണ് ഞാൻ എൻട്രി എടുത്തത്. എക്സാക്ട്ലി എൻ്റെ ടാർഗറ്റ് വിത്തിൻ 1, 2, 3, 4 മിനിറ്റിൽ എൻ്റെ ടാർഗറ്റ് അവിടെ ഹിറ്റായി. അതിനുശേഷം എക്സാക്ട് എൻ്റെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തതിന് ശേഷമാണ് മുകളിലോട്ട് പോകുന്നത്. അതൊരു 61% അടുത്തുനിന്നും കൂടിയാണ് പോകുന്നത്. നമുക്ക് നോക്കാം. ഒരു ഫിബനാച്ചി ഇവിടുന്ന് ഡേ ലോ മുതൽ ഡേ ഹൈ വരെ ഫിബ് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. എക്സാക്ട്ലി 61% ബ്രേക്ക് ചെയ്തു. അതിനുശേഷമാണ് മുകളിലോട്ട് പോകുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്തത്. ഓക്കെ, അതിനുശേഷം മുകളിലോട്ട് നന്നായിട്ട് പോകുന്നുണ്ട്. ഇനി നമുക്കൊരു കൺവിക്ഷൻ ഇല്ല എൻട്രി എടുക്കാൻ. ഓക്കെ, ഈ ഒരു ലോ ബ്രേക്ക് ചെയ്താണെങ്കിൽ ഈ ഒരു ലോ ഡേ ലോ ബ്രേക്ക് ചെയ്ത് ഒരു എംഗിൾഫിങ് ക്യാൻഡിലോ അല്ലെങ്കിൽ ഇതുപോലൊരു ഹാമർ ക്യാൻഡിലോ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു റിവേഴ്സൽ എൻട്രി ഉണ്ടായിരുന്നു. ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് നമുക്ക് ക്യാച്ച് ചെയ്യാമായിരുന്നു. പക്ഷേ നമ്മുടെ സെറ്റപ്പിൽ ഇല്ല ഇനി. ഓക്കെ, ഇനി എന്തായാലും നമ്മൾ ഒരു ദിവസം ഒരു ട്രേഡ് എടുക്കും. വേറൊരു ട്രേഡൊന്നും എടുക്കുന്നില്ല. അത്രയേ ഉള്ളൂ. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.